This evening time, I want to say greetings to all of you in the name of our Lord Jesus Christ. ഈ സന്ധ്യാസമയം നിങ്ങൾക്കേവർക്കും കർത്താവിന്റെ ധന്യനാമത്തിൽ ഞാൻ വന്ദനം അർപ്പിക്കുന്നു. It's from Ephesians chapter 5 verse 15. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. Maybe you have memorized it by now. ഇതിനോടകം നിങ്ങൾ അത് കാണാതെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. It says, be very careful then how you live. പറയുന്നത് സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. And then verse 16 it says, making the most of every opportunity because the days are evil. 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. And verse 17, therefore do not be foolish but understand what is the Lord's will. 17-ാം വാക്യം നോക്കൂ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. Amen. ആമേൻ. You may be wondering this weekend, are the days really evil? Like it says in verse 16, the days are evil. But you may be wondering, are the days really evil? 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത് ദുഷ്കാലമാണെന്ന്. ഒരുപക്ഷെ നിങ്ങൾ സംശയിച്ചേക്കാം, അങ്ങനെ തന്നെയാണോ, ഇത് ദുഷ്കാലമാണോ എന്ന് ചിന്തിച്ചേക്കാം. You may be saying, I'm not harming anybody with my life. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. I'm going to church. ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്. I'm singing songs. പാട്ടുകൾ പാടുന്നുണ്ട്. I'm involved in Sunday school. സൺഡേ സ്കൂളിൽ ഞാൻ പോകുന്നുണ്ട്. I'm serving in the church. ഞാൻ സഭയിൽ ശുശ്രൂഷിക്കുന്നുണ്ട് പല രീതിയിൽ. Maybe you're even preaching the word of God. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ പ്രസംഗം ചെയ്യുന്നവരുമാകാം. But Paul is giving a clear warning, and it's not to the unbeliever but to the believers. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു വലിയ വാർണിംഗ് തരുന്നുണ്ട്. അവിശ്വാസികളോടല്ല, വിശ്വാസികളോടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. And when I was praying in my prayer room what to speak about, the Lord also gave me the verse from Ezekiel chapter 8 verse 2 and verse 6. Ezekiel chapter 8 verse 2 and verse 6. ഞാൻ ദൈവസന്നിധിയിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എസെക്കിയേൽ പ്രവചന പുസ്തകത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ കൂടി എന്നോട് സംസാരിക്കുകയുണ്ടായി. And it says in verse 2, I looked and I saw figured like that of a man. From what appeared to be his waist down, he was like fire from there up. His appearance was bright as glowing metal. And in verse 6, and he said to me, Son of man, do you see what they are doing? The utterly detestable things the house of Israel is doing here. Things that will drive me far from the sanctuary, but you will see things that are even more detestable. എഹെസ്കേൽ പ്രവചനം 8-ാം അധ്യായം 2 മുതൽ ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. 2-ൽ പറയുന്നു, അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിന്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ചു. അതിനുശേഷമായിട്ട് 6-ാം വാക്യത്തിൽ ആ തീഷ്ണതാ ബിംബത്തെ കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും എന്ന് അരുളി ചെയ്തു. Hallelujah. We see in this chapter that the Lord God, the God of the universe, in his righteousness, he reveals to the holy prophet Ezekiel what was really happening in the temple. സർവശക്തനായ നീതിമാനായ ദൈവം തൻ്റെ വിശുദ്ധിയിൽ തൻ്റെ പ്രവാചകനായ തൻ്റെ ദാസനായ യെഹെസ്കേലിന് വെളിപ്പെടുത്തുകയാണ് ജനങ്ങളുടെ നടുവിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന്. Even in the temple, people were worshiping idols. ദൈവാലയത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ പ്രവാചകന് കാണിക്കൊടുക്കുകയാണ്. Why were they worshiping idols? എന്തുകൊണ്ടാണ് അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചത്? They had a desire in their heart from their flesh to gain wealth, to
to gain power. കാരണം അവരുടെ നെഞ്ചിനുള്ളിൽ, ഹൃദയത്തിനുള്ളിൽ എങ്ങനെയോ ഒരു മോഹം, എനിക്ക് ധനമുണ്ടാക്കണം, എനിക്ക് കീർത്തി ഉണ്ടാക്കണം, അധികാരം പ്രാപിക്കണമെന്ന്. Hallelujah. But what is interesting is that God already promised a provision for the house of Israel. But Israel is trying to take a shortcut, is trying to walk the wrong way and to seek after the idols for their wealth and their power. നന്മകളും ഐശ്വര്യങ്ങളും ദൈവം നൽകി കൊടുക്കുമെന്നുള്ള വാഗ്ദത്തം ഇസ്രായേലിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ എന്ത് ചെയ്തു? കുറുക്കു വഴിയിൽ കൂടെ, ദൈവത്തിന് ഹിതമില്ലാത്ത വഴിയിൽ കൂടെ അതെനിക്ക് എങ്ങനെയെങ്കിലും കരസ്ഥമാക്കണമെന്ന് കരുതി അവൻ തെറ്റായ മാർഗത്തിൽ കൂടെ പോകുവാൻ ആരംഭിച്ചു. Amen. How many of us sitting here this evening or watching online are able to discern the times and realize that idols have come into our temples? നോക്കുക, ഇവിടെ എന്നെ കേൾക്കുന്നവർ, ഇവിടെ ആയിരിക്കുന്ന നാം, അഥവാ ഓൺലൈനിൽ ഈ സന്ദേശം കേൾക്കുന്ന നമ്മിൽ എത്ര പേർ നമ്മുടെ ഹൃദയത്തിന്റെ ആലയത്തിൽ ഈ മാതിരി തിന്മകൾ കടന്നു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു? Amen. ആമേൻ. It is the Lord God, is the Lord God Almighty, is He who sits on the throne, who created the heavens and the earth and the skies. Is He pleased with our lives? സർവശക്തനായ തേജോമയനായ ദൈവം, തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സർവശക്തൻ നമ്മുടെ ജീവിതത്തിൽ തന്റെ ഇഷ്ടം നിവർത്തിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? We must believe. നമുക്ക് വിശ്വസിച്ചേ മതിയാകൂ. We have to discern the times. നമുക്ക് സമയത്തെ വിവേചിക്കേണ്ടിയിരിക്കുന്നു. How many times even in our Pentecostal churches do we see people serving for the applause of the world? പെന്തക്കോസ്ത് സമൂഹത്തിൽ പോലും മനുഷ്യരുടെ അംഗീകാരം, കയ്യടി കിട്ടാൻ വേണ്ടി എന്തൊക്കെയുമൊക്കെ കാട്ടിക്കൂട്ടുന്നവരെ നാം കണ്ടിട്ടില്ലേ? Living for the riches of the world. ലോകപ്രകാരം ധനം സമ്പാദിക്കുവാൻ, taking leadership position to lift up their own name. വലിയ നേതാക്കന്മാരാകുവാൻ വേണ്ടിയുള്ള അവരുടെ ഓട്ടം. Maybe pursuing studies abroad to make their name great. വിദേശങ്ങളിൽ പോയി പഠിച്ചു വലിയ പേരുണ്ടാക്കുവാൻ കൊതിക്കുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. Maybe singing songs in the church and maybe posting on social media not to lift up the name of the Lord but to lift up their own name. എന്തിനെ കൊയറുകളിൽ പാടുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്തും എങ്ങനെയും തന്റെ പേര് വലുതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ചിലരൊക്കെ നമ്മുടെ നടുവിലില്ലേ? Amen. Let us evaluate our motives. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണെന്ന് നാം മനസ്സിലാക്കണം. It is good to share the gospel through social media. നല്ലതാണ് സുവിശേഷം സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ പ്രചരിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ അത് ചെയ്യണം. But evaluate your motives. എന്നാൽ അതിന്റെ പിന്നിൽ നമ്മുടെ ആഗ്രഹം എന്താണെന്ന് നാം മനസ്സിലാക്കണം. Amen. ആമേൻ. Can you honestly say, Lord, everything I am is for your kingdom's cause? സത്യസന്ധമായി നമുക്ക് പറയുവാൻ കഴിയുമോ? കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയാണ്. I want my life to revolve around you. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങയുടെ ചുറ്റും വലം വയ്ക്കുന്ന ഒരു അനുഭവമായി തീരണം. I want you, don't worry, blessings will follow. ഞാൻ പറയട്ടെ, നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടേണ്ട. അനുഗ്രഹം നമ്മുടെ അവകാശമാണ്. We have to know that His way is better. നമുക്കൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിന്റെ വഴിയാണ് തികവുള്ള വഴി. Even when I served as a missionary in Africa, my heart would break to see the corruption that is happening in some churches. ഞാൻ ആഫ്രിക്കയിൽ മിഷണറിയായി കുറെ നാളുകൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ സഭകളിൽ പോലുമുള്ള അപജയങ്ങൾ കണ്ട് എൻ്റെ മനസ്സ് വേദനിക്കുകയുണ്ടായി. Why do we see Christians striving for higher and higher positions inside and outside the church? കസേരകൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വേവലാതിപ്പെട്ട് ഓടുന്ന പലരെയും എനിക്ക് സഭയ്ക്കുള്ളിലും വെളിയിലും കാണുവാൻ കഴിഞ്ഞു. Is it to lift up our own name or is it to lift up the name of Jesus? നമ്മൾ എന്തിനാ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? നമ്മുടെ പേര് വലുതാക്കാനാണോ അതോ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണോ? Amen. We have to reflect in our own lives. What is our motives? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നാം ശോധന ചെയ്യേണ്ട ഒരു സത്യമാണ്, ഞാൻ ഈ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്? God is not looking for another performance.
മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു പെർഫോമൻസ് അല്ല ദൈവം He ആഗ്രഹിക്കുന്നത്. wants a relationship with you. ദൈവത്തിന് നാമുമായി ഒരു ബന്ധമാണ് He ആഗ്രഹം. wants your surrender so he can fill you with the Holy Spirit. ദൈവം ആഗ്രഹിക്കുന്നത് നാം നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് തന്റെ ആത്മാവിനെ നമ്മിൽ പകരുവാനാണ്. The world may tell you you need to make a name for yourself. നമ്മൾ പറയും നമുക്കൊരു പേരുണ്ടാക്കുന്നു എന്നല്ലേ. The world may tell you you need to make a name for ലോകം yourself. പറയും നിനക്കൊരു പേര് നീ പ്രാപിക്കണം. You need to lift up your name. നിനക്ക് എന്തെങ്കിലും ഒരു പേരുണ്ടാക്കണം. You need to prove yourself. നീ മിടുക്കനാണെന്ന് സ്ഥാപിക്കണം. But I came all the way from America to tell you that it is only by the power of the living God that we can live a life worthy of the calling that he has called us to. ഞാൻ അമേരിക്കയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ വന്നത് ഈ ഒരു കാര്യം പറയുവാനാണ്. ദൈവത്തിന്റെ ശക്തിയാലാണ് നമുക്ക് ഈ തലമുറയിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ ദൈവഹിതപ്രകാരമായി തീരുവാൻ സാധിക്കുന്നത്. Thank you, Jesus, for your power. കർത്താവേ അവിടുത്തെ ശക്തിക്കായി സ്തോത്രം. Thank you, Jesus, for your power that lives within us. ഞങ്ങളിൽ വസിക്കുന്ന ഞങ്ങളിൽ പകർന്നിരിക്കുന്ന അങ്ങയുടെ ശക്തിക്കായി സ്തോത്രമപ്പാ. So we fix our eyes not on things that we can see, but things that we cannot see. ഞങ്ങൾ കാണുന്ന ഈ ലോകത്തിന്റെ വസ്തുക്കളിലല്ല, അദൃശ്യനായ ഞങ്ങളുടെ ദൈവത്തിങ്കൽ ഞങ്ങളുടെ ദൃഷ്ടി വെച്ചുകൊണ്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I'm going to conclude soon, but I want to share my testimony. ഞാൻ നിർത്തുന്നതിന് മുമ്പ് വേഗത്തിൽ എൻ്റെ സാക്ഷ്യം കൂടെ നിങ്ങളോട് You പറയാം. know, many of you may want to become doctors or engineers. നിങ്ങളിൽ പലർക്കും ഡോക്ടേഴ്സ് ആകുവാൻ എഞ്ചിനീയേഴ്സ് ആകുവാൻ ആഗ്രഹമുണ്ടാകും. Maybe you don't. Maybe you want to be an influencer. നിങ്ങൾ ചിന്തിച്ചേക്കാം അതുകൊണ്ട് സമൂഹത്തിൽ വലിയ നമുക്ക് ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ കഴിയും. But I want to tell you that being a doctor for me is just a pathway, a road for me to share the gospel and hope to wherever God calls me to go. It is just a pathway. My education is not for me, but it is for the Lord. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഉദ്ദേശം ഞാൻ പറയട്ടെ. ഞാനൊരു ഡോക്ടറാകുവാൻ ആഗ്രഹിച്ചത് എനിക്കൊരു പേരുണ്ടാക്കുവാനോ പൊസിഷന് വേണ്ടിയോ അല്ല. ഞാനൊരു ഡോക്ടറായി അതിൽ കൂടെ എൻ്റെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ അനേകർക്ക് അനുഗ്രഹമായി തീരുന്ന ഒരു ശുശ്രൂഷ ചെയ്യണം. ആ ഒരൊറ്റ ആഗ്രഹത്തോടെയാണ് ഞാനൊരു ഡോക്ടറായി തീരുവാൻ ഇടയായത്. When I finished my residency or my PG, my postgraduate, the Lord fulfilled his promises that he would send me to the mission field. ഞാൻ എൻ്റെ റെസിഡൻസി ചെയ്യുമ്പോൾ അമേരിക്കയിൽ നമ്മൾ പറയും MD അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്ന സമയത്ത് even after that the Lord fulfilled his promises to me to become a missionary doctor in Africa and Nepal. അതിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആഫ്രിക്കയിലും നേപ്പാളിലും മിഷണറി ഡോക്ടറായി പോകുവാനുള്ള അവസരങ്ങൾ ദൈവം ഒരുക്കി. But some of my consultants, my professors in my PG, they thought I was foolish. They said, why are you going after you finish your PG? You can make so much money, so many dollars you can make. You worked so hard, so many years of your life studying, and now you want to go to Nepal? You want to go to Africa? You are a fool. ഞാൻ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യാതെ നേപ്പാളിലും ആഫ്രിക്കയിലും പോകുവാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. പോകുന്നത് അറിഞ്ഞിട്ട് എൻ്റെ പ്രൊഫസേഴ്സ്, എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എനിക്ക് എൻ്റെ പ്രൊഫസേഴ്സ് സീനിയർ അവരെന്നെ കളിയാക്കുവാൻ തുടങ്ങി. നീ ഒരു മടയനാണ്, ഇത്രയും കാശ് സമ്പാദിക്കുവാൻ ധനം സമ്പാദിക്കുവാൻ ഇവിടെ അവസരമുള്ളപ്പോൾ, ഇവിടെ പ്രാക്ടീസ് ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ ഇതെല്ലാം വിട്ട് നീ മിഷണറി ആയിട്ട് പോകുവാൻ നിനക്ക് എന്താണ് സംഭവിച്ചത് എന്നെ അവർ പരിഹസിച്ചിട്ടുണ്ട്. But let me tell you one thing. I don't consider it as a sacrifice to go on the field and to serve my God. I consider it the greatest privilege to be serving the Almighty living God. Hallelujah. ഞാനൊരു മിഷണറി ഡോക്ടറായിട്ട് പോകുന്നത് വലിയൊരു ത്യാഗമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. എന്നാൽ ഇതൊരു പദവിയായി ഞാൻ കണക്കാക്കുന്നു. Hallelujah. How many of you this evening will say that I want to surrender my life to the Lord? ഇന്ന് രാത്രിയിൽ നിങ്ങളിൽ എത്ര പേർ പറയും, കർത്താവേ എൻ്റെ ജീവിതം ഞാൻ അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നുവെന്ന്? Maybe you have to give up some extra luxuries. Maybe you cannot make as much money, but our eyes should not be fixed on the world. Our eyes need to be fixed on the eternal.
ഒരു പക്ഷേ നിങ്ങളിൽ ചിലർക്ക് നിങ്ങൾ അനുഭവിക്കുന്ന ചില സുഖലോലുപതയിൽ നിന്നൊക്കെ ഇറങ്ങി വരേണ്ടതായി വന്നേക്കാം. നിങ്ങൾ ഇന്നുണ്ടാക്കുന്ന ആ പൈസയുടെ അത്രയും നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ പിന്നീട് അവസരം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾക്ക് താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നേക്കാം. Praise God. But this life is only this short, but eternity is for billions and billions to infinity. Many years. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം എത്ര നാളാണ്? എന്നാൽ നിത്യത കോടാനുകോടി വർഷങ്ങൾ, യുഗങ്ങളുടെ ജീവിതമാണ്, നിത്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. Invest in your eternity. Invest in your eternity. നിങ്ങളുടെ നിത്യതയ്ക്കായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. If you ask the pastors and elders, they will testify of the faithfulness of God to provide for them, even when even in ways that they did not plan or think or imagine. God provided for them. നിങ്ങൾ കർത്തൃദാസന്മാരോട് നിങ്ങൾ പേഴ്സണലായി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എത്രയോ അനുഭവങ്ങൾ അവർക്ക് പറയുവാനുണ്ട്. അവരുടെ ചിന്തകൾക്ക് അപ്പുറത്തായി, അവരുടെ വിചാരങ്ങൾക്ക് അപ്പുറത്തായി അവരെ സഹായിച്ചതിന്റെ എത്ര സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. God is not a debtor to anyone. ദൈവം ആർക്കും കടക്കാരനല്ല. He is a God who will provide for you. നമുക്ക് വേണ്ടി സകലവും തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. If he watches over the sparrows, കുരുവികളെ പോലും കാത്തു സൂക്ഷിക്കുന്നവനാണ്. How much more does he love you? എത്രയധികം ഈ ദൈവം നമുക്കായി കരുതുന്നു. It says in Mark chapter 8 verse 35, for whoever wants to save their life will lose it, but whoever loses their life for me and the gospel will save it. ദൈവവചനം ഇങ്ങനെ പറയുന്നു, തനിക്ക് വേണ്ടി തന്റെ ജീവിതത്തെ സൂക്ഷിക്കുന്നവൻ നഷ്ടമാക്കുമെന്നാൽ എന്റെയും സുവിശേഷത്തിന്റെയും നിമിത്തം തന്റെ ജീവിതം നഷ്ടമാക്കുന്നവൻ നിത്യതയ്ക്കായി അതിനെ സൂക്ഷിക്കും. Praise God. Hallelujah. Let's just close our eyes as we conclude. Can we all just close our eyes? നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Can we all just be silent in the presence of God for a moment? അല്പനിമിഷങ്ങൾ മൗനമായി ദൈവമുഖത്തേക്ക് നോക്കാം. Can we look into our own lives? God, what is motivating me in my life? കർത്താവേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കാം. Maybe you go to church, maybe you sing, maybe you serve, maybe you post Christian content online. But if you don't have a walk with Jesus, നാം ആരാധനയ്ക്ക് പോകുന്നു, പാട്ടുകൾ പാടുന്നു, ദൈവവചനത്തിൽ നിന്ന് ഒരുപക്ഷെ ശുശ്രൂഷിക്കുന്നു, എല്ലാം നാം ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനപ്പുറത്തായി ദൈവഹിതത്തിനായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. if you are walking without the light, which is Jesus, we will stumble and we will fall. വെളിച്ചമായ കർത്താവിൽ നിന്ന് അകന്നാണ് നമ്മുടെ പാദങ്ങൾ വെക്കുന്നതെങ്കിൽ നാം ഇടറി വീഴുവാൻ ഇടയാകും.